ദേശീയ ചലച്ചിത്ര അവാർഡ് അവസാന റൗണ്ടിൽ മമ്മൂട്ടിയും. മാർച്ച് അവസാന വാരം ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കാനിരിക്കെ മികച്ച നടനുള്ള അന്തിമ പുരസ്കാര പട്ടികയിൽ മമ്മൂട്ടിയും ഇടം പിടിച്ചു. PK എന്ന സിനിമയിലെ പ്രകടനത്തിന് അമീർ ഖാനും, ഹൈദർ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഷാഹിദ് കപൂറും, മുന്നറിയിപ്പ് എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടിയുമാണ് അവാർഡിനായി ഏറ്റുമുട്ടുന്നത്. മികച്ച നടിക്കുള്ള അവാർഡ് പ്രിയങ്ക ചോപ്രയ്ക്ക് ലഭിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. ബോക്സിംഗ് ചാമ്പ്യൻ മേരി കോമിന്റെ കഥ പറഞ്ഞ മേരി കോം എന്ന ചിത്രത്തിലെ മികച്ച അഭിനയമാണ് പ്രിയങ്കയെ അവാർഡ് പട്ടികയിൽ മുന്നിലെത്തിച്ചിരിക്കുന്നത്. QN എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് കങ്കണ റൗട്ടും പ്രിയങ്കയോട് മത്സരിക്കാനുണ്ട്. മലയാളത്തിൽ നിന്നും 15 സിനിമകൾ അവസാന റൗണ്ടിൽ ഇടം പിടിച്ചതായാണ് വിവരം. ബാംഗ്ലൂർ ഡയസ്, ജലം, അയ്യൻ, മുന്നറിയിപ്പ്, കമ്പാർട്ട്മെന്റ്, ഞാൻ നിന്നോടുകൂടിയുണ്ട്, ഒറ്റാൽ, ഒരാൾ പൊക്കം, ആലിഫ് തുടങ്ങി 15 ചിത്രങ്ങളാണ് വിവിധ വിഭാഗങ്ങളിലായി ഇടം നേടിയത്. അതേസമയം മഞ്ജു വാര്യർ ചിത്രം ഹൗ ഓൾഡ് ആർ യു അവസാന റൗണ്ടിൽ എത്തിയില്ല. തമിഴ് സംവിധായകൻ ഭാരതി രാജയാണ് ദേശീയ പുരസ്കാര നിർണയ സമിതി ചെയർമാൻ. ജയശ്രീ അറോറ, മൻമോഹൻ ചാരു, കേവൽ അറോറ, ലേഖ ടണ്ടൻ, ഭാഗ്യരാജ്, മലയാളി നിരൂപകൻ ഡോക്ടർ സത്യൻ ഗോപാലകൃഷ്ണൻ എന്നിവർ ജൂറി അംഗങ്ങളാണ്.